ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, ഇപ്പൊ വ്ളോഗ് പയ്യാണ് വരുന്നത്. അതിന് കാരണം എന്തെന്നറിയാം, ആനി കോളേജിൽ 5 മണിക്ക് പോയിട്ട് രാത്രി ഒരു 6:30 ആകുമ്പോഴാണ് വരുന്നത്. അതിന്റെ അവള് നല്ല ടയേർഡായിട്ട് കിടന്നുറങ്ങും. ഇതാണ് ഗൈസ് ഞങ്ങൾ വീഡിയോ ഇടാത്തതിന്റെ മെയിൻ റീസൺ. കിട്ടുന്ന ടൈമെല്ലാം ഗൈസ് ഞങ്ങൾ പല വ്ളോഗ് എടുത്ത് മിക്സ് ആക്കിയാണ് ഇടുന്നത്. അതുപോലത്തെ ഒരു വ്ളോഗാണ് ഗൈസ് ഇന്ന്. എന്താണ് കുറെ ദിവസത്തിന് ശേഷമാണല്ലോ കാണുന്നത്? ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരേ നാട്ടിലാണെങ്കിലും ഞങ്ങൾ കാണുന്നത് ആണ്ടിലാവണിൽ ഒരിക്കലാണ്. ഇന്നത്തെ പ്ലാൻ എന്താണെന്നറിയാമോ? കുറെ പരിപാടിയുണ്ട് ഗൈസ്. ഇന്ന് നമുക്ക് പള്ളിയിൽ പോകണം, കുറെ പൈസ പൊട്ടിക്കണം എനിക്ക്. ഗൈസ് ഡാനിച്ച മാഞ്ചസ്റ്ററിൽ പോയിട്ട് വന്നു. അപ്പൊ എനിക്ക് അവയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു അല്ലേ? എന്താ ഗിഫ്റ്റ്? നമ്മളിപ്പോ വന്നിരിക്കുന്നത്, എനിക്ക് അബിന്റെ ബർത്ത്ഡേക്ക് പോകാൻ പറ്റിയില്ല. ബർത്ത്ഡേയുടെ അന്നാണ് ഞാൻ ലണ്ടനിൽ വന്നത്. അബിന് ഏത് ജോർഡനായാലും അവന് ഇഷ്ടമാണ്. നൈക്കി ജോർഡന്റെ PSG വെർഷനാണ്. അബിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതാണ്. അബിനെ നീ ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ടില്ല മണ്ടയിൽ കൊട്ടോണം. ഇതാണ് ഡാനിച്ച എനിക്ക് കൊണ്ടുവന്ന ഷൂ. ഇത് ജോർഡൻ ആണ് ഗൈസ്, ജോർഡന്റെ പാരീസ് എഡിഷൻ. കിട്ടുന്ന സാധനം ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിരിക്കും അല്ലേ? എന്താ ഭാഷയാടാ പറയുന്നത്? കോമഡിയാ? ബാബയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി ആക്ടർ ആര്? ആര്? അഭിയച്ചന്. അഭിയച്ച കോമഡിയാ? ഫാമിലി എല്ലാവരും ആദ്യമായിട്ടാണ് ഹോളി ആഘോഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും അറിയത്തില്ല. എടാ, ഇത് ഒരു പാക്കറ്റ് എല്ലാത്തിനും 2 കളർ വെച്ച് 2 പാക്കറ്റ് വെച്ചു. നമ്മള് കളറിന് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും മേടിച്ചു കഴിഞ്ഞു. വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത് ഗൈസ്. അതെല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം അഭിന് തൂക്കുന്നതായിരിക്കും. അത് നമുക്ക് പോകാം. പൊടി വാങ്ങിച്ചാൽ നമുക്ക് ഡ്രസ്സ് വേണ്ടേ? വെള്ള ഡ്രസ്സ് എല്ലാവർക്കും വേണ്ടി നമ്മൾ വാങ്ങിച്ചു. ഡ്രസ്സ് മേടിച്ച് കളറെല്ലാം മേടിച്ച് ഇനി നമുക്കുള്ള കുഞ്ഞു ഡ്രസ്സുകൾ മാത്രമേ മേടിക്കാൻ. ഞങ്ങൾ നടന്നു വരുന്ന സമയത്ത് ഒരു കുട്ടിയാണ്ടേ, കുട്ടി ആനിയെടുത്ത് ആദ്യം ചോദിക്കുന്നത് ഇവൻ എന്തിനാ എപ്പോഴും അവളുടെ കൂടെ നടക്കുന്നത്. ഞാൻ ജനിച്ചപ്പോ തൊട്ടേ അബിൻ എന്റെ കൂടെ ഉണ്ട്. ഞാൻ അച്ചാച്ചന്മാരുടെ കൂടെ ഒന്നും കളിക്കത്തില്ല. ഞാൻ അബിന്റെ കൂടെ മാത്രം തന്നെ കളിക്കും. കാരണം ഇവൻ എന്റെ ഒരു ഏജ് അല്ലേ. അതുകൊണ്ട് ഞാൻ ഇവരെന്ന് വിളിക്കും. പക്ഷെ അശ്ലേഷെന്ന് കസിനാണെന്നോലും അറിയത്തില്ല. ഇല്ല, ഞാൻ പറഞ്ഞു അയ്യോ ഞങ്ങള് കസിൻസ് ആണ്. അപ്പൊ പറഞ്ഞാൽ അതെനിക്ക് അറിയാവുന്നു. ഇവരെന്തിനാ എന്നോട് എന്റെ ഫേസ് ഒക്കെ വേറാണ്. ഈ സാധനം ഇത് ഞാൻ എനിക്കെടുത്താണ്. 2 ജോർഡൻ, ഇന്ന് എനിക്ക് 1 അബിന്. ഇനി ജോഷിക്കുള്ളത് നമ്മൾ തപ്പാൻ പോകണം. അവന് കുറെ തപ്പി ഇതിനകത്ത് കിട്ടിയിട്ടില്ല. അയ്യോ സോറി ഗൈസ്, ബാവയുടെ ഷൂ ബാവ ഒരു പ്രാവശ്യം ഇട്ട്. തീർന്ന അൺബോക്സിങ്. ഡാനിച്ച ഷൂസ് എല്ലാം അവയ്ക്ക് മേടിച്ചിട്ട് വന്നല്ല. അപ്പൊ ഡാനിച്ചനോട് എന്ത് പറയാനുണ്ട്? എന്താണ് വിശേഷങ്ങൾ? നമ്മൾ 2 കാര്യങ്ങൾ ചെയ്തു. നമ്മൾ പള്ളിയിൽ പോയി ഇത് കഴിച്ചു. പക്ഷെ നമുക്കത് പള്ളിയിൽ പോയ സംഭവം കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പള്ളിയിൽ പോയപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ നേരത്തെ ആയിരുന്നു. അങ്ങനെയും പറയരുത്. നമ്മളത് ഭയഭക്തി ബഹുമാനത്തോടെ ഇരുന്നോണ്ട് ഞങ്ങൾ ഫോണിനെ ചിന്തിച്ചത്. നമ്മള് ഫുൾ അങ്ങനെ ആദ്യം കയറി പോയപ്പോ തന്നെ നേരെ വിട്ടങ്ങ് പോയി. ജോർജിയ ഫസ്റ്റ് ദുഃഖവള്ളി നാട്ടിലായിരുന്നു നല്ലത്. സത്യം സത്യം നാട്ടിലാണ് ബെസ്റ്റ്. ദുഃഖാചരണമാണ് അതല്ല സത്യം പറഞ്ഞ നാട്ടിലുള്ള ദുഃഖവള്ളി, പിന്നെ അവിടുത്തെ മലയാള കുർബാന, അതൊക്കെ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവണമെങ്കിൽ മലയാളം നമ്മുടെ നാട്ടിലെ സാധനം വേണം. പിന്നെ ഫാമിലിയൊക്കെ എല്ലാവരായിട്ട് നമ്മൾ ബീച്ചിലൊക്കെ പോയിരിക്കുന്നതും കഞ്ഞി, നമ്മൾ പയറിട്ട കഞ്ഞിയില്ലേ, മാങ്ങാച്ചാറൊക്കെ ഇട്ട്, അതൊക്കെ എവിടെ കിട്ടായി. ആ കലിയിൽ 2 ഷവർമ അടിച്ചു കയറ്റിയിട്ടാണ് ഞങ്ങൾ 2 പേരും ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എവിടെയൊക്കെ പോവാം. കാരണം ഇനി ഞങ്ങക്ക് എന്തോന്നാ പറഞ്ഞത്? അവനെ വെറുതെ വിട്ടു. ഉച്ചയ്ക്ക് വന്ന് ചെക്ക് ഇൻ ചെയ്തു, പക്ഷെ റൂമിലോട്ട് പോയില്ല. നമ്മൾ ഇതാണ് നമ്മുടെ നൈറ്റ് വ്യൂ ഹോട്ടലിലെ. രാവിലെ അവര് കൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് നമ്മൾ പക്ഷെ അവിടെ വന്നില്ല. ബുക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. കൊള്ളല്ലേ? പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പെണ്ണുങ്ങളുടെ ഉടുപ്പൊക്കെ ഇടായിരുന്നു. കൊള്ളല്ലേ? അവർ രാവിലെ കൊണ്ടുവച്ച് ഷാമ്പയിൻ ഐസൊക്കെ അലിഞ്ഞു. ഈ ഒരു സാധനം ടോപ്പിലല്ലേ? ആ കോൺസെപ്റ്റ് എന്തെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ ഒരു കിടു സാധനം. നാളെ അശ്നേഷിന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്? ഉച്ചപ്പേക്ക് അല്ലറ ചില്ലറ സാധനം കൊടുത്തിട്ട് കാര്യമില്ല. അങ്കിൾ ഇച്ചിരി പ്രീമിയം സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് കുറച്ച് കൂടിയ ആളായുണ്ട്. ഇച്ചിരി അങ്കിളുടെ സ്റ്റാൻഡേർഡ് വെച്ച് ചെറിയ വലിയ സാധനം എടുത്തിട്ടുണ്ട്.
ഇതിന്റെ കൂടെ തന്നെ വേറെ രണ്ട് കൊച്ചപ്പ നോർമൽ പെർഫ്യൂം ഒന്നും യൂസ് ചെയ്യത്തില്ല, അങ്ങ് ബ്രാൻഡ് സാധനങ്ങൾ യൂസ് ചെയ്യും. ഒരു ഭാഗ്യത്തിന് ജിത്തു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്കിൾ തന്നെ യൂസ് ചെയ്യുമെന്നാണ് എന്റെ ഉദ്ദേശം. അശ്ലേച്ചപ്പ തരക്കേടല്ല, അശ്ലേച്ച് യൂസ് ചെയ്യാറുണ്ട്. അവള് സ്റ്റുഡിയോയിൽ വരുമ്പോഴും ഇതൊക്കെ അടിച്ചിട്ട് എന്തിന് എനിക്ക് അനന്തുച്ചാന്റെ പപ്പയുടെ വാങ്ങിച്ചത് ഷർട്ട് അനന്തുച്ച എടുത്തെന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനെ പറഞ്ഞു. നമ്മളെ ചുമ്മാ നമുക്ക് നമ്മള് സിനിമയ്ക്ക് നമ്മളിന്ന് സിനിമയ്ക്ക് പോണു. ഏത് സിനിമയ്ക്ക്? ആടുജീവിതം കാണാൻ, ആടുജീവിതം ഇറങ്ങണതിന് മുന്നേ എനിക്ക് ഭയങ്കര ഇതായിരുന്നു അത് കാണണം. അതറിഞ്ഞ ഞാൻ അഷ്ടകുട്ടിയുടെ മനസ്സറിഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞു ബുക്ക് ചെയ്യാൻ പോവാന്ന്. അപ്പൊ ഇന്നാണ് നമ്മൾ ഇനി 1 മണിക്കൂർ ഉണ്ട് ലിബർട്ടിയിൽ വന്ന്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ മോളിൽ ചെറുതായിട്ട് കറങ്ങിയിട്ട് 1 മണിക്കൂർ എങ്ങനെയെങ്കിലും ചെലവഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. മോള് പൂട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വായി നോക്കി നിന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് പോകുന്നു. നമ്മുടെ മാഞ്ചസ്റ്ററിലെ പരിപാടിയെല്ലാം നമുക്ക് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നേരെ ലണ്ടനിലേക്ക് പോകാൻ കാർ വന്നിട്ടുണ്ട് പിക്ക് ചെയ്യാനായിട്ട്. നമ്മളിവിടുന്ന് ട്രെയിനിലാണ് പോകുന്നത്. ഓക്കെ, ലോങ് ടൈം ട്രെയിൻ ജേർണി ലണ്ടനിൽ ഫസ്റ്റ് ടൈമാണ്. ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മേളിൽ പോയി കേട്ടോ. മൂക്കിൻ്റെ അവിടെ നിന്ന് ബ്ലഡ്. ഞാൻ പേടിച്ചു. റാഷിക്കനെ കാണിച്ചില്ലെന്ന് അവസാനം റാഷിക്കയുടെ കുടുംബക്കാരെന്തെങ്കിലും പറയും. റാഷിക്കയുടെ കുടുംബക്കാരെല്ലാവരും പ്രതീക്ഷിച്ച് വന്നേക്കും. നമ്മുടെ നാട്ടിലത്തെ സ്റ്റേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ടിക്കറ്റ്സ് കുറച്ച് ഇലക്ട്രോണിക് ആണല്ലോ, ബാക്കിയെല്ലാം സെയിം തന്നെ. അതിനകത്ത് മറ്റേ അങ്കിള് പറയുമ്പോൾ അതിനകത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. അപ്പൊ നമ്മൾ കൊച്ചപ്പയ്ക്ക് പെർഫ്യൂം മാത്രമല്ല, നമ്മളൊരു ഷൂ എടുത്ത്, നമ്മൾ നോർമൽ ഷൂ അല്ല എടുത്തത്. നമ്മളെടുത്ത ഷൂസ് നോർമൽ ഷൂ ആണ് നമ്മൾ എടുത്തത്. കാരണം കൊച്ചപ്പ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നതല്ലേ, പിന്നെ കൊച്ചപ്പ വേറെ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പോകുന്നില്ല. അപ്പൊ നോർമൽ ഷൂ എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ എനിക്കൊരു നല്ലൊരു ലിപ്സ്റ്റിക്ക് വേണമായിരുന്നു. അപ്പൊ ഞാനൊരു നല്ല ലിപ്സ്റ്റിക്ക് തപ്പി നടന്നപ്പോൾ ഇവിടെ ഒരു ലിപ്സ്റ്റിക്ക് വെക്കുന്നത് കണ്ടു. ചേട്ടൻ എനിക്കൊരു നല്ല ലിപ്സ്റ്റിക് ഷെയ്ഡ് സജസ്റ്റ് ചെയ്തു. ആദ്യമായിട്ട് ഞാൻ കറക്റ്റായിട്ട് ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നു ഗൈസ്. ഞാനല്ല ഇട്ടാ, ചേട്ടൻ ഇട്ടത്. എനിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ഇഷ്ടം. ഇവിടെ നമ്മുടെ തറവാട്ടത്തിൽ തന്നെ ഹയാത്തിലാണ് വന്നിരിക്കുന്നത്. റൂം കാണിച്ചു ഒരു മെനയുണ്ട് ഗൈസ്. നമ്മളിപ്പോ ഇന്നലത്തെ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങി. ഇപ്പൊ നമ്മൾ നേരെ പുതിയ ഹോട്ടലിലേക്ക് പോവാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടിയാണ് എക്സ്ട്രാ വേറെ ഹോട്ടൽ ബുക്ക് ചെയ്തത്. അതായത് സ്വിച്ച് ചെയ്ത് പോകാന്ന് വിചാരിച്ചു. ആ ഹോട്ടൽ ഇന്നലത്തെക്കാളും കുറച്ചുകൂടെ നല്ലതാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഹാമിയാർഡ് ഹോട്ടൽ എന്ന് പറയുന്നതാണ്. ലണ്ടൻ സിറ്റി സ്ക്വയറിന് അടുത്താണ്, ലണ്ടൻ സെന്ററിനടുത്താണ്. പഴയ ഇംഗ്ലീഷ് സിനിമ കാണത്തില്ലേ, അതിനകത്ത് ഇരിക്കുമ്പോഴായിരിക്കുന്നു. ഇപ്പൊ ഒരു അടി കഴിച്ചിട്ടിരിക്കണേ ഉള്ളു ഗൈസ്. ഈ ജിത്തോച്ചാണ് വീഡിയോക്ക് വരാനേ വയ്യ, ഒട്ടും വരൂല. ഞാൻ ആദ്യം എന്നിട്ട് ഇടക്കിടയ്ക്ക് വരാൻ ഗസ്റ്റ് റോൾ ആണ് താല്പര്യം ഗൈസ്. നിങ്ങൾക്ക് ജിത്തോച്ചാണ് വീഡിയോയിൽ വേണോ വേണ്ടിയോ കമന്റ് ബില്ലോ. ഞാനിപ്പോ ഇവിടുത്തെ ഡിജൻ. ഡിജൻ വല്ലപ്പോഴും കൂടെ ക്യാമറ ഫ്രണ്ട് വരും. അപ്പൊ ഞാൻ വല്ലപ്പോഴും ഫ്രണ്ട് വരുന്ന ഡിജൻ. താങ്ക്സ്. അവിടെ വേണ്ട, കാരണം അച്ഛൻ ഡിജൻ അല്ല, ജിത്തോ. അങ്ങനെ ആയാ മതി. ഗൈസ് 1 മണിക്കൂർ ഞങ്ങള് ഇവിടെ നടന്ന് അവിടെ എത്താന്ന് വിചാരിച്ചു നടക്കാൻ പഠിച്ച് ഞങ്ങൾ ഇവിടെ ഇരിപ്പായി. ഉറക്കം മാറണം, നല്ല ഫുഡൊക്കെ കഴിച്ചോണ്ടേ. A few moments later. എന്താ പ്രശ്നം, പിണക്കമാണോ? ഒരു പിണക്കമില്ല ഗൈസ്, സിനിമയ്ക്ക് പോകാനുള്ള ത്രില്ലിലാണ് ഞാൻ. കുറച്ച് പോരാ പടത്തിന് പോണ്ടേ? എനിക്ക് പടത്തിന് നടന്നേ. ഞാൻ പടത്തിന് പോകേണ്ട കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ ഇനി ഒരിക്കലും വരത്തില്ല. ഇനി എന്റെ വ്ളോഗിൽ ജിത്തോത കാണത്തില്ല. ഈ ചട്ടപ്പീസിൽ ജിത്തോത ഇല്ല, ഒരു ലാല ഇല്ല. ഇന്ന് അനന്തോച്ചാച്ചിന്റെ മമ്മിയുടെ ബർത്ത്ഡേ ഗൈസ്. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് അനന്തോച്ചാച്ചൻ ഇന്ന് എന്നെ കോളേജിൽ എടുക്കാൻ വന്നിരിക്കുന്നു. എടുത്തിട്ട് നമ്മളൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നു ഗൈസ്. സർപ്രൈസ് കൊടുക്കുന്നു ഇല്ല അനന്തോച്ചാ? സർപ്രൈസ് ആയില്ലെങ്കിൽ ഞാൻ കൈ ഒഴിയും. സർപ്രൈസ് ആയില്ലെങ്കിൽ ഞാൻ കൈ ഒഴിയും. അനന്തോച്ചാച്ചനാണ് ബാക്കി കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അവിടെ പോയിട്ട് കാണാം. നീ പറയുന്നത് തന്നെ എടുക്കും. ഞാൻ കാണിച്ചത് അനന്തോച്ചാൻ സെലക്ട് ചെയ്തു. നീ ഒരു 5 എടുത്തിട്ട് ഞാൻ സെലക്ട് ചെയ്യാം കേട്ടല്ലേ. എനിക്ക് സാരി നോക്കാൻ അറിയാമോ? വല്ല ക്രോപ്പ് ആയിരുന്നെങ്കിൽ എടുത്തിടുകയായിരുന്നല്ലേ. സാരി ഒന്നും നമുക്ക് നോക്കാൻ അറിയത്തില്ല. എല്ലാം റെഡ് എടുത്തിടുന്നു. റെഡ് നിങ്ങളുടെ മമ്മിക്ക് നന്നായിരിക്കും. ഞാൻ ഇങ്ങനെ കാണിച്ചില്ല, അച്ചാച്ചൻ സെലക്ട് ചെയ്ത ഈ സാരി എടുത്ത്. അനന്തോച്ചാച്ചനാണ് ഇഷ്ടപ്പെട്ടത്. നീയാണ് സെലക്ട് ചെയ്തത്. എന്ത് നീ തന്നെ നോക്കിക്കൊള്ളണം. എന്ത് വന്നാലും നീ തന്നെ നോക്കിക്കൊള്ളണം.
നീ മാത്രല്ല അന്തസാ നിനക്കിതിൽ 20%, അന്തസാ പറഞ്ഞിട്ടാണ് ഞാൻ അത് എടുത്തത്. എനിക്കിതിൽ 20%, ഐശ്വര്യക്ക് ബാക്കി 60%. നാളെ ലണ്ടനിൽ നമ്മൾ പോകും. അപ്പൊ അതിന് മുന്നേ ലാസ്റ്റ് ഡേ ഫുൾ ഡേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഡേ ആണിത്. ലണ്ടൻ ബ്രിഡ്ജ്, ബ്രിഡ്ജ് പിന്നെ പിക്കാഡിലി അവിടെ സർക്കസ്. കുറേ സാധനമുണ്ട്. കുറച്ച് സാധനം കൂടെ പർച്ചേസ് ചെയ്യാനുണ്ട്. അത് നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഗൈസ് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിനകത്ത് വന്നേക്കുവാണ്. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ടവർ ബ്രിഡ്ജിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡ്രൈവർ സൂപ്പർ ആളാണ് കേട്ടോ. സോ പുള്ളിക്കാരൻ നമുക്ക് കുറെ സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ മുന്നേ വന്നിട്ടുള്ളതാ. ടവർ ബ്രിഡ്ജിന്റെ അവിടെ ഉള്ള ഫുള്ള് വ്യൂ ആണ്. ഫുള്ളായിട്ട് ലണ്ടൻ ബ്രിഡ്ജ് കാണുന്നുണ്ടല്ലേ? ഡാനിയ ചേച്ചി ലണ്ടൻ ബ്രിഡ്ജ് കാണിച്ചു തരുമെന്ന് പറഞ്ഞ് ഡാനിയ ചേച്ചി ലണ്ടൻ ബ്രിഡ്ജ് കാണിച്ചു തരും. ഗൈസ് ഇതാണ് ലണ്ടൻ ക്ലോക്ക് ടവർ. ഇതിനാണ് ബിഗ് ബെൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ക്രൗഡ് മുന്നിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബക്കിംഗ്ഹാം പാലസിന്റെ അവിടെയാണ്. ഫോണ് 2 കൈ വെച്ച് പിടിച്ചു അവന്മാർ തൂക്കിക്കൊണ്ട് പോകും. കൊള്ളാല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് സമ്മറിലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ സൂപ്പർ ആയിരുന്നു. പക്ഷെ എനിക്കല്ലേ ആ ഒരു എക്സൈറ്റ്മെന്റ് വരുന്നില്ല, എന്താണെന്ന് അറിയില്ല. ആക്ച്വലി എൻ്റെ പിള്ളേർ മൊത്തം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. നെക്സ്റ്റ് ടൈം ഞാൻ അവരെന്തായാലും ഇവിടെ കൊണ്ടുവരും. നമ്മളിവിടെ ചുമ്മാ പോസ്റ്റ് അടിക്കുമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് നമ്മൾ പറയുന്ന സമയം പോയത് നമ്മൾ ബിഗ് ബോസ് സിനിമ കഥകൾ എല്ലാം പറഞ്ഞ സമയത്ത് ഇവിടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ബിഗ് ബോസ് കണ്ടിട്ടില്ല. ലൈക്ക് ലിറ്ററലി കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഈ റീലൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് അറിയാം. വളരെ നല്ല അഭിപ്രായമാണ്. റീൽ കണ്ട് ബിഗ് ബോസിൽ എല്ലാവരെയും കുറിച്ച് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നോണ്ടിരിക്കുകയായിരുന്നു. എനിക്കും പിന്നെ കുറച്ച് റീൽ കണ്ട് അറിയാമായിരുന്നു. റീൽസ് മാത്രമേ ഞങ്ങൾ കാണുള്ളായിരുന്നു, ബിഗ് ബോസ് ആയിട്ട് ഇരുന്ന് കാണൂല. അപ്പൊ അതിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് സിനിമയെ പറ്റി സംസാരിച്ച് അങ്ങനെ സമയമൊക്കെ പോയി. ഇപ്പൊ സിനിമയ്ക്കുള്ള സമയമായി. ഇനി നമുക്ക് പോയി ഇനി ഇവിടെ ഇരുന്ന സിനിമ പാട്ടിന് പോകും. നമ്മളിപ്പോ ലണ്ടനിൽ വന്നേക്കാണ്. എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഞങ്ങൾ 7 വർഷം കഴിഞ്ഞാണ് കാണുന്നത്. വളരെ 5 വർഷം. നമ്മളിന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് 2 bedroom ലക്ഷറി അപ്പാർട്ട്മെന്റ്. ഇവിടെ എല്ലാവരും ടിഷ്യൂ ആണ് ഉപയോഗിക്കുന്നത്. ഇന്നലെ ഞാൻ കുറെ കഷ്ടപ്പെട്ട പറഞ്ഞത് നന്നായിട്ട് കഷ്ടപ്പെട്ട്. ഇതിനകത്ത് ഞങ്ങൾ ഇന്ന് തീയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കത്തിക്കും. ഓരോ ബാത്റൂം പിടിച്ചോളാം. ഇപ്പോഴാ പറഞ്ഞത്. ഇപ്പൊ സ്റ്റേ ചെയ്യുന്നത് ശിവാൽ തോണി കോട്ട് ലണ്ടൻ. സൈഡിൽ ബ്രാക്കറ്റിൽ പോലും അമ്മ ഡാലി എന്ന് എഴുതിയിട്ടില്ല. ചേച്ചിയാണ് സെലക്ട് ചെയ്തത്. ചേച്ചി ആനിയായിട്ടാണ് സെലക്ട് ചെയ്തത്. എനിക്കറിയത്തില്ല. ഇന്നലെ പടം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മൾ എവിടെ പോയിട്ടാണ് വരുന്നത്. ഇന്ന് ഈസ്റ്റർ ആണ്. ഈസ്റ്റർ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുന്ന വരവാണ്. ഇപ്പൊ എന്നെ കൊണ്ടാക്കാനുള്ള വഴിയാണ്. നമ്മളൊരു ഔട്ടർ റോഡ് എടുക്കാതെ വിചാരിച്ചു. അപ്പൊ ശരി, രക്ഷണം വണ്ടി പോരും. എന്നിട്ട് ബൈ ബൈ. കാണുന്നവരെ ഇവിടെ ജോർജിയൻ കൊടുക്കാറ്റാണ് ഗയ്സ്. കൊടുക്കാറ്റ്. അയ്യോ, ഇവിടെ നല്ല കാറ്റ് ഗയ്സ്. ബൈ ബൈ ബൈ. ഫൈനലി മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്വപ്നമായിരുന്നു. മാഞ്ചസ്റ്റർ ടീമിന് വലിയ നന്ദി. കാരണം അവരാണല്ലോ നമ്മളെ ഇൻവൈറ്റ് ചെയ്തത്. യല്ലോ